സി പി എം ഓഫീസിലേക്ക് കല്ലെറിയുന്നതും നവകേരള സദസ്സിന്റെ ബാനർ കീറുന്നതും ഒക്കെ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരാണെങ്കിലോ ആയിക്കൂടെ? ഏത് ജനാധിപത്യ വിശ്വാസികൾ? KS-ന്റെ കൊടിയും പിടിച്ചു വരുന്നവരാണ്. KS-ന്റെ കൊടിയും പിടിച്ചു വന്ന് ഇത്തരത്തിലേക്ക് പ്രതിഷേധം നടത്തുന്നത് അത് ഈ പറയുന്ന ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള നിങ്ങളുടെ ഡിവൈഎഫ്ഐക്കാർ സംഘം ചേർന്ന് ആളുകളെ മർദ്ദിക്കുമ്പോൾ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരുടെ പ്രതിരോധം, അപ്പുറത്ത് അവരാക്രമിച്ചാൽ KSU ഗുണ്ടകൾ. ഇത് നാട്ടുകാർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവില്ലേ? തീർച്ചയായും നമ്മളിവിടെ കാണേണ്ടത് KSU ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും ഇന്നലെയും ഇന്നുമായി നടന്ന സമരം കണ്ടാൽ നമുക്ക് മനസ്സിലാകും. തീർത്തും അതൊരു ഗുണ്ടായിസ പ്രവണത പോലെ തന്നെയാണ്. ഈ കേരളത്തിനകത്ത് വലിയൊരു കലാപം ഉണ്ടാക്കണം. ഇവിടെ നടക്കുന്ന നവകേരള സദസ്സിനെ തകർക്കുന്നതിന് വേണ്ടി നവകേരള സദസ്സ് ജനം ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ ഏറ്റവും ഒടുവിൽ നെടുമങ്ങാട് ഈ സമയത്ത് നടക്കുകയാണ്. നെടുമങ്ങാട് പോലും വലിയ ജനപ്രവാഹമാണ് ഉണ്ടാകുന്നത്. ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. അവിടെ കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ BJP-ക്കാരോ കോൺഗ്രസ്സുകാരോ മാത്രമല്ല, മുഴുവൻ ആളുകളും എത്തുകയാണ്. എല്ലാ ആളുകളും വരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ളത്. ഇത് വല്ലാതെ കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഈ ജനങ്ങൾ ഇത്തരത്തിലേക്ക് വന്നാൽ വീണ്ടും ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമോ എന്നുള്ള വല്ലാത്തൊരു ഭയം ഇവിടെ മുമ്പിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. VD സതീശൻ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹമാണ് വന്ന് പറയുന്നത് ഇവിടെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾ ആക്രമിക്കും എന്നുള്ള നിലയിലേക്ക്, ആക്രമണ സ്വഭാവമുള്ള നിലയിലേക്ക് അഭിപ്രായ പ്രകടനം നടത്തുകയാണ്. ഒരു പക്ഷേ സംഭവം ഉണ്ടായാൽ പോലീസിനെ വെല്ലുവിളിക്കുന്നത്, പോലീസിനെ ആക്രമിക്കുമെന്ന് പറയുന്നത്, പ്രതിപക്ഷത്തെ ആക്രമിക്കുമെന്ന് പറയുന്നത് കേരളത്തിൽ പുതിയ കാര്യമാണോ? അല്ല, ഞങ്ങൾ ഇവിടെ എന്താണ്, ഞങ്ങൾ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ പിന്തിരിപ്പിച്ചു വിടാനുള്ള പരിശ്രമം നടത്തേണ്ടത്. നമുക്ക് ഈ കേരളത്തിനകത്ത് കണ്ണൂരിൽ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചു, ഹെൽമറ്റ് കൊണ്ട് അടിച്ചു, പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല എന്ന നിലയ്ക്ക് നിങ്ങൾ ആരെ പിന്തിരിപ്പിച്ചു? മീഡിയ വണ്ണ് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ചുവ മനസ്സിലാക്കും. എല്ലാം DYFI-ക്കാരാണെന്ന് പറയേണ്ടതില്ല. പിന്നെ ആരാണ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസുകാരെ മാരകമായി കൈകാര്യം ചെയ്യണമെന്നുള്ള അങ്ങനെ നിങ്ങൾ പറയരുത്. DYFI-ക്കാർ മാത്രമല്ല നവകേരള സദസ്സിൽ വരുന്നത്. അവിടെ വോളണ്ടിയർമാരായിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്. ആൾക്കാരെ ആക്രമിക്കലാണോ? അവിടെ ഉണ്ടായ സംഭവത്തിൽ ഞങ്ങൾ കണ്ടതാണല്ലോ. ഇതെല്ലാം നേരിട്ട് കണ്ടതാണല്ലോ. ഇത്തരം കാര്യങ്ങൾ മീഡിയയിലൂടെ കണ്ടതാണല്ലോ. പിടിച്ചുമാറ്റിയല്ല, മർദ്ദിക്കുകയാണ്. പിടിച്ചുമാറ്റി മർദ്ദിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ വോളണ്ടിയർമാരായി വരുന്ന ആളുകൾ, കവലയിൽ കൂടി നിൽക്കുന്ന നാട്ടുകാർ, അങ്ങാടിയിൽ സ്വറ പറഞ്ഞിരിക്കുന്ന ആളുകൾ, ഇങ്ങനെ വരുന്ന ആർക്കും പ്രതിഷേധക്കാരെ തല്ലാൻ കഴിയുന്ന വിധത്തിൽ ലൂസായിട്ടുള്ള ക്രമസമാധാന സിസ്റ്റമാണ് നമ്മളിവിടെ ഉള്ളത്. പോലീസ് പിടിച്ചു വെച്ചു കൊടുക്കും, നാട്ടുകാരെല്ലാം കൂടെ വന്ന് പെരുമാറും. അതെന്ത് പോലീസിനാണ്? അതെന്ത് ക്രമസമാധാനമാണ്? ഇങ്ങനെ തന്നെ പ്രസ്താവിക്കാൻ വേണ്ടി നിന്നാൽ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? നമ്മൾ കണ്ട കാര്യം ഒരു വശം മാത്രം നിങ്ങൾ നോക്കിയാൽ അങ്ങനെ വേറെ വശം, ഇതിന് ഒരു വശമേ ഉള്ളൂ. പോലീസിന് നടപടി എടുക്കാം, പോലീസിന് തടയാം. ബസ്സിന് മുമ്പിൽ എടുത്ത് ചാടിയിരുന്നെങ്കിൽ ഇന്ന് മീഡിയ വൺ എന്തായിരിക്കും ചർച്ച ചെയ്യുന്നത്? പോലീസ് തടയട്ടെ. നവകേരള സദസ് ആരംഭിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിയും വന്നിട്ടുള്ള ബസ് പോലീസ് തടയട്ടെ, പോലീസ് കേസെടുക്കട്ടെ. വണ്ടി കോൺവോയ് മുഴുവൻ പോയതിനു ശേഷവും പിടിച്ചു വെച്ച് ഇടിക്കുന്ന, ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്ന, ഹെൽമറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ശേഷം കേസെടുക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ആരെ പേരിൽ കേസെടുക്കണം നിങ്ങൾ പറയുന്നത്? അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്രമസമാധാന ചുമതല നാട്ടുകാർക്ക് വിട്ടിരിക്കുകയാണ്. നാട്ടുകാർക്ക് വിട്ടെന്ന് പറഞ്ഞോ?